ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ തോരൻ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ തോരൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പപ്പായ വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് 3 കപ്പ്, പച്ചമുളക് വട്ടത്തിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, നാളികേരം ചിരകിയത് 1 കപ്പ്, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 വലിയ അല്ലി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി വട്ടത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 4 എണ്ണം, വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് 2 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഇഞ്ചി മിൻസ് ചെയ്തത് 1 നുള്ള്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, 1 നുള്ളി ഇഞ്ചി, വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചിരകിയ നാളികേരം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ശരിക്കും തിരുമ്മി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്കില്ലറ്റിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജീരകം ഇട്ട് വറുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ ഉള്ളി ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വഴറ്റുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി എടുത്ത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് തോരൻ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തോരനിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഈ സെയിം സ്കില്ലറ്റിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ മിക്സ് ആഡ് ചെയ്ത് ശരിക്കും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഏകദേശം 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് 1-2 വട്ടം ഇളക്കി കൊടുക്കണം. ഈ സമയം വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. പപ്പായ ഒത്തിരി വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. വെന്ത് പോയാൽ ഇത് കുഴഞ്ഞു പോകും.
ഇപ്പോൾ പപ്പായ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടുക് വറുത്തതിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.